പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി ലോക കേരള സഭ. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാണ് പ്രമേയം. പലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയ അവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകി. വൈകിട്ട് സ്പീക്കർ എൻ ഷംസീറിന്റെ സമാപന പ്രസംഗത്തോടെ നാലാം ലോക കേരള സഭയ്ക്കും സമാപനമാകും. നാലാം ലോക കേരള സഭയുടെ സമാപന ദിവസമായ ഇന്ന് രാവിലെ 9:30 മുതൽ മേഖലായോഗങ്ങളുടെ റിപ്പോർട്ടിംഗും 10:30 വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിംഗും തുടങ്ങി. ശേഷം വിവിധ സെഷനുകളിലായി മേഖലാടിസ്ഥാനത്തിലും വിഷയാടിസ്ഥാനത്തിലും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുകയാണ്. അതിനിടയിലാണ് ലോക കേരള സഭ സമ്മേളനവേദിയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കിയത്. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാണ് പ്രമേയം. പലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയാവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകി. പലസ്തീൻ പതാക സ്പീക്കർ എൻ ഷംസീർ ഏറ്റുവാങ്ങി. ഇതുൾപ്പെടെ 10 പ്രമേയങ്ങളാണ് ലോക കേരള സഭയിൽ പാസാക്കിയത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള അംഗം റെജിൻ പൂക്കുത്താണ് പലസ്തീൻ പ്രമേയം അവതരിപ്പിച്ചത്. തുടർന്നുള്ള സമ്മേളന ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് മറുപടി പറയും. തുടർന്ന് സഭയുടെ സമാപന സമ്മേളനം നടക്കും. സ്പീക്കർ എൻ ഷംസീറിന്റെ സമാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന്റെ സമാപനം. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസമായി നടക്കേണ്ട ലോക കേരള സഭ 1.5 ദിവസമായി വെട്ടിച്ചുരുക്കിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.